ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ബാക്കി ഉള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാനുണ്ട് കേട്ടോ. 1960/2020 ചോദ്യപേപ്പറാണ്. ആ ഒരു കോഡ് നമ്പറുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മോർ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അവിടെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി എക്സാമിന്, അപ്പോൾ നന്നായി പഠിക്കണം. ഫെബ്രുവരി 15 ജൂനിയർ ക്ലർക്ക് എക്സാം നടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മണി മാർക്കറ്റ് ഈസ് കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ. മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണെന്നാണ്. സെബി ആണോ, ക്ലിയറിംഗ് ഹൗസ് ആണോ, RBI ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ ഉത്തരം ഏതാണ് വരിക? മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും RBI തന്നെയാണ് കേട്ടോ. നമ്മുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. അപ്പോൾ ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നറിയപ്പെടുന്നത്. അതായത് 1 ഇയറിൽ താഴെ 364 ഡേയ്സോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മൾ മണി മാർക്കറ്റിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട്. അതായത് CD പോലെ, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ട്രഷറി ബിൽസ്, ഇവയൊക്കെയാണ് പൊതുവെ ഇതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് മണി മാർക്കറ്റിലൂടെ ഡീൽ ചെയ്യപ്പെടുന്നത് കേട്ടോ. പിന്നെ വാച്ച് ഡോഗ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. വാച്ച് ഡോഗ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആ ചോദ്യത്തിൽ നമുക്ക് അതിന് മാത്രം ഡിസ്കഷൻ ചെയ്യാനില്ല മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് കേട്ടോ. ഓക്കെ, എ ബാങ്ക് ഷുഡ് നോട്ട് ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ്. ഒരു ബാങ്ക് ആരുടെ പേരിലാണ് ഓപ്പൺ ചെയ്യാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈനർ ആണോ, മാരീഡ് വുമൺ ആണോ, അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവൻ്റ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? അപ്പം മൈനറുടെ പേരിൽ തീർച്ചയായിട്ടും അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാം. പക്ഷെ ആര് വേണം? മൈനറുടെ ഗാർഡിയൻ വേണം അല്ലേ. ഗാർഡിയനെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മൈനർക്ക്. ഇപ്പോൾ സ്കൂളിലുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പം എന്തുണ്ട്? അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പാരൻസിൻ്റെ പേരിലാണ് അക്കൗണ്ട്. പക്ഷേ 10 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എബൌട്ട് 10 ഇയേഴ്സിലുള്ള മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അതുപോലെ വല്ല ആവശ്യങ്ങളുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ, മൈനർ ആണെങ്കിലും. പക്ഷേ സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് പോലത്തെ സംവിധാനങ്ങളൊന്നും കൊടുക്കില്ല. പിന്നെ അവർക്ക് ലയബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ മാരീഡ് വുമൺ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും ദാറ്റ്സ് യൂഷ്വലാണ്. പിന്നെ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവൻറ്റിന് കൊടുക്കുമോ? ഇല്ല. അതായത് പാപ്പരായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിക്ക് എന്തില്ല, അദ്ദേഹത്തിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം പാപ്പരയാണല്ലോ. അപ്പോൾ പിന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കില്ല. അപ്പോൾ അതുപോലെ കൊടുക്കാത്ത ആൾക്കാർ വേറെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലുണാറ്റിക് എന്നറിയപ്പെടും കേട്ടോ. ഡ്രങ്കാർഡ്സ്, അവർ അൺസൗണ്ട് മൈൻഡായ ആൾക്കാർക്ക് കൊടുക്കില്ല. എന്ന് വെച്ചാൽ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ അവർക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റാതെ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിരബോധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൊടുക്കില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ കൊടുക്കാത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലുണാറ്റിക്, അൺസൗണ്ട് മൈൻഡ് ആയ ആൾക്കാർക്കാണ് പിന്നെ കൊടുക്കാത്ത. ഇൻസൈൻ പേഴ്സൺസ് എന്ന് പറയും, അവർക്കും ഇത് അലവബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് കൊണ്ടൊരു കാറ്റഗറി തന്നെയുണ്ട്. എന്താ? ഈ അക്കൗണ്ട്സ് തുടങ്ങാൻ പല ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണല്ലോ അക്കൗണ്ട്സ് തുടങ്ങുക. മൈനർ ഉണ്ട്, പിന്നെ അവിടെ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്, അതായത് എഴുത്തും വായനയും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും അക്കൗണ്ട് തുടങ്ങാം. പിന്നെ ബ്ലൈൻഡ് പേഴ്സൺസിന് അക്കൗണ്ട് തുടങ്ങാം. പിന്നെ മൾട്ടിപ്പിൾ ഡിസേബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടങ്ങാം. പിന്നെ ഇൻകാപ്പാസിറ്റേറ്റഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 കൈയും ഇല്ലാത്ത ആൾക്കാർ, അവർ കാലം കൊണ്ടായിരിക്കും പ്രവൃത്തിയൊക്കെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്കും
ഈ പറഞ്ഞ പോലെ സൈൻ ചെയ്യാൻ പറ്റില്ല, സൈൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം, ഇങ്ങനെ എന്തെങ്കിലും ഡിസേബിലിറ്റി വന്നിട്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചിഹ്നം പോലെ ചെയ്യാൻ, സൈനിന് പകരം ഒരു ചിഹ്നമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർക്ക് അവരുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. അപ്പോൾ ഇത് ചെയ്യുമ്പം പറയണത് എന്താ വെച്ചാൽ ബാങ്കിൻ്റെ ഒരു ഓഫീസർ, 2 പേര് വിറ്റ്നസ്ഡ് ആയിരിക്കണം എന്നാണ് പറയണത്. ഒന്നെങ്കിൽ ബാങ്കിൻ്റെ ഒരാൾ നിർബന്ധമായിട്ടും ബാങ്കിൻ്റെ ഓഫീസർ ആയിരിക്കണം എന്നും റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് തുടങ്ങാം, ഒരുപാട് ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക്. പിന്നെ അതുപോലെ തന്നെ ഏജൻറ്റ്, അറ്റോർണി അങ്ങനത്തെ ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിൻ്റെയൊക്കെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവാം. പിന്നെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി കമ്പനീസിന് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് അക്കൗണ്ട്സ് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിഫറെൻറ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിൽ ബാങ്കിങ്ങിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവൻ്റ് ആണ്. അൺഡിസ്ചാർജ് പാപ്പരായി പ്രഖ്യാപിച്ച ആൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ കസ്റ്റമർ നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് എന്തു പേരിലാണ് അറിയപ്പെടുക എന്നാണ് കേട്ടോ. ക്യാഷ് ഡെപ്പോസിറ്റഡ് ബൈ കസ്റ്റമർ ഏത് പേരിലാണ് അറിയപ്പെടുക? അപ്പോൾ നേരിട്ട് ഇടുന്നതിന് പ്രൈമറി ഡെപ്പോസിറ്റ് എന്നാണ് പറയുക കേട്ടോ. നേരിട്ട് ഇടുന്നതിന് എന്താ പറയുക? പ്രൈമറി ഡെപ്പോസിറ്റ്. അപ്പോൾ ഡെറിവേറ്റീവും സെക്കൻഡറിയും, അതായത് ഈ സെക്കൻഡറി ഡെപ്പോസിറ്റിൻ്റെ മറ്റൊരു പേരാണ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് രണ്ടും കണക്റ്റഡ് ആണ്, ഒന്ന് തന്നെയാണ്. സെക്കൻഡറി ഡെപ്പോസിറ്റും ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റും ഒന്ന് തന്നെയാണ്. ഡെറിവേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സെക്കൻഡറി ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നത്. സെക്കൻഡറി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ലോൺ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലോൺ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ലോൺ എമൗണ്ട് എന്താ ചെയ്യുന്നത്? അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് സെക്കൻഡറി ഡെപ്പോസിറ്റ് അറിയാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇഫ് ദർ ഈസ് എക്കണോമിക് ഡിഫ്ലാഷൻ ഉണ്ടാകുമ്പോൾ ബാങ്ക് റേറ്റിന് എന്താണ് സംഭവിക്കുകയെന്ന്. അപ്പോൾ ഈ ഒരു എക്കണോമിക് ഡിഫ്ലാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിഫ്ലാഷൻ്റെ സമയത്ത് ബാങ്ക് ക്രെഡിറ്റൊക്കെ എങ്ങനെയായിരിക്കും? അതിൻ്റെ സപ്ലൈ ഒക്കെ വളരെ കുറവായിരിക്കും. മാർക്കറ്റൊക്കെ ആകെ നശിച്ച്, അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ ഒരു എന്താ പറയുക, താഴോട്ടാണ് എല്ലാം പോകുന്നത് അല്ലേ. ഫണ്ടുകളില്ല, അതൊരു കോൺട്രാക്ഷൻ ഉണ്ടാവും. ക്രെഡിറ്റിൻ്റെ ഒരു വല്ലാത്തൊരു ക്രെഡിറ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ബാങ്കുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് ഡിഫ്ലാഷൻ കൂടുമ്പം ബാങ്ക് റേറ്റ് എന്തു ചെയ്യും എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് റേറ്റും കൂടി ഉയർത്തിയ അപ്പോഴത്തെ അവസ്ഥ എന്താവും? അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് റേറ്റ് ലോവർ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. എക്കണോമിക് ഡിഫ്ലാഷൻ്റെ സമയത്ത് മാർക്കറ്റിൽ പൈസ ഇല്ല. ഓക്കെ, മാർക്കറ്റിന് എന്ത് ചെയ്യണം? ധാരാളം അൺഎംപ്ലോയ്മെൻറ്റ് പ്രശ്നങ്ങൾ വരും. അങ്ങനെ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, സാമ്പത്തിക മാന്ദ്യങ്ങൾ കംപ്ലീറ്റ് എല്ലാ മേഖലയിലും ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്ക് റേറ്റ് കുറയ്ക്കണം, ലോവേർഡ് ആവണം. അപ്പോൾ മാത്രമേ ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പം അതിലേക്ക് ആകൃഷ്ടരായിട്ട് ഇൻവെസ്റ്റേഴ്സ് വരികയും ആ ഒരു സ്ഥിതി മാറുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എക്കണോമിക് ഡിഫ്ലാഷൻ്റെ സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കണം എന്ന് പറയണത്. ഓക്കെ, പിന്നെ അടുത്തത് പറയുന്നത് ബ്രിഡ്ജ് ലോണിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. ജനറലി ബ്രിഡ്ജ് ലോൺസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണെന്ന്. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഉണ്ട്, സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്, മോർട്ടഗേജ് ഉണ്ട്, പിന്നെ അതുപോലെ നൺ ഓഫ് ദീസ് ആണ്. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് പറയുന്നത് നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. ഇവയിലൊന്നുമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിഡ്ജ് ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. ബ്രിഡ്ജ് ലോൺ കൊടുക്കുന്നത് സാധാരണയായിട്ട് ആരാണ് കൊടുക്കുന്നത്? ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് പോലത്തെ ബാങ്കുകളാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് എന്ന ബാങ്കുകളാണ് പൊതുവെ ബ്രിഡ്ജ് ലോൺ കൊടുക്കുന്നത്, അവരാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ബ്രിഡ്ജ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ഫണ്ടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഇടവേളകൾ. ഇപ്പോൾ വലിയ ഒരു 100 കോടി ഒരാൾക്ക് കൊടുക്കാൻ ബാങ്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 100 കോടിക്ക് മുമ്പേ അയാൾക്ക് എന്തെങ്കിലും ചെറിയ ഫണ്ടുകൾക്ക് ഒരു 2 കോടി പെട്ടെന്ന് ആവശ്യം വരികയാണ്, അല്ലെങ്കിൽ 10 കോടി ആവശ്യം വരികയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു കാലയളവാണല്ലേ. അപ്പോൾ അത് കിട്ടുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ചെറിയൊരു ഫണ്ട് ഇവർക്ക് പെട്ടെന്ന് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലോണിനെയാണ് എന്തു പറയുക? ബ്രിഡ്ജ് ലോൺ എന്ന് പറയാം കേട്ടോ. വലിയൊരു എമൗണ്ടിന് വെയിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ കാലയളവിൽ ചെറിയൊരു എമൗണ്ട് ആവശ്യം വരിക, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ആ തരത്തിലുള്ള ലോണിനെയാണ് എന്ത് പറയുക?
ഈ ഒരു ബ്രിഡ്ജ് ലോൺ. അപ്പോൾ അതിന് വേറെ പേരുകളുണ്ട്, പല പേരിൽ കാണാറുണ്ട്. ബ്രിഡ്ജ് ലോൺ എന്ന് മാത്രമല്ല കാണാറ്, സ്വിങ് ലോൺ എന്നറിയപ്പെടും കേട്ടോ. അപ്പോൾ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. സ്വിങ് ലോൺ, അതുപോലെ ഗ്യാപ്പ് ഫിനാൻസിങ്, ഒരു ഗ്യാപ്പ് നികത്താനാണല്ലോ ഇൻ്ററിം ഫിനാൻസിങ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് പൊതുവെ കൊടുക്കുക 2 to 3 വീക്സിനൊക്കെയാണ് കൊടുക്കുക. അപ്പോഴേക്കും ഒറിജിനൽ ലോണ് സാങ്ഷനായി വർക്കിംഗ് തുടങ്ങിയാൽ പിന്നെ ഈ ലോണിൻ്റെ ആവശ്യമില്ല, ഇത് തിരിച്ചടവ് നടക്കും. പിന്നെ അതുകൊണ്ട് തന്നെ ഇത് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈടാക്കുക, കാരണം ഏർജൻ്റായിട്ട് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഒരു ചോദ്യങ്ങൾ കാണാറുണ്ട്. ബ്രിഡ്ജ് ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന്, വളരെ ഹൈ ആണ് കേട്ടോ. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ബ്രിഡ്ജ് ലോണിന് ചാർജ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് ഡാഷ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരൊക്കെയാണ് റിസർവ് ബാങ്കിൽ CRR വെക്കേണ്ടത് താഴെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വെക്കണോ, അർബൻ കോപ്പറേറ്റീവ്സ് ബാങ്ക്സ് വെക്കണോ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് വെക്കണോ, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വെക്കണോ. അപ്പോൾ ഇതിൽ ഒരുമിച്ച് തന്നെ നല്ലൊരു ആൻസർ കൊടുത്തിട്ടുണ്ട്, ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ചൊരു കൂട്ടായ ബാങ്കാണ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RBI ആക്റ്റിൽ 1934 RBI ആക്റ്റിൽ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR എന്നാണ് പറയുന്നത് കേട്ടോ. ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആവാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതായത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലും കളക്റ്റബിൾ ഫണ്ടൊക്കെ കൂടി അറ്റ്ലീസ്റ്റ് 5 ലക്ഷമെങ്കിലും വേണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, വാട്ട് പോർഷൻ ഓഫ് ദ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി, അതായത് DTL ഓഫ് എ ബാങ്ക് ക്യാൻ ലെൻഡ് ബൈ വേ ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് DTL വാട്ട് പോർഷൻ, എത്ര പോർഷൻ ഉപയോഗിക്കാം എന്നാണ്. ആഫ്റ്റർ മീറ്റിംഗ് ദ SLR മീറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ മീറ്റ് ചെയ്തതിന് ശേഷം, ഡിമാൻഡ് പോർഷൻ ഓഫ് ദ ഡെപ്പോസിറ്റ് മീറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ പറയുന്നത് ആഫ്റ്റർ മീറ്റിംഗ് SLRും CRRും മാറ്റിവെച്ചതിന് ശേഷം. അതാണ് കറക്റ്റ്. അത് പ്രത്യേകം പറയുന്നുണ്ട്. DTL ഉപയോഗിക്കുന്നത് എന്താണ്, ഡിമാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കേണ്ടത് ആദ്യം SLRും ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, ഓർത്ത് വയ്ക്കണം കേട്ടോ. ആഫ്റ്റർ മീറ്റിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ക്യാഷ് റിസർവ് റേഷ്യോ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലെൻഡ് ചെയ്യേണ്ടത്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് ലെൻഡ് ചെയ്യുന്നത് ബാങ്കിൻ്റെ കേസാണ് കേട്ടോ, ബാങ്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഹൗ മെനി ഷെഡ്യൂൾഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ഷെഡ്യൂൾഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്, ഇവിടെ ആൻസർ കൊടുത്തിട്ടില്ല. 33 ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കാണ് 2024 കണക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പം എന്താ പറയുക, അന്ന് മാറ്റം ഉണ്ടാവില്ല. ഇതിപ്പോൾ 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇപ്പോഴും 33 തന്നെ ആയിരിക്കും. അന്ന് 33 തന്നെയാണ്. അന്ന് 34 ഉണ്ട്, പിന്നെ 45 ഉണ്ട്, 24 ഉണ്ട്. പക്ഷേ നണ്ണാണ് ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം 33 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ഇപ്പോൾ 2004 നിലവിലുള്ളതെന്നാണ്. ഇത് 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇപ്പോഴും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് നോക്കുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ എത്ര ഷെഡ്യൂൾഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്? 33 ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ 328 ഡിസ്ട്രിക്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 88,891 PACSും ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം, ദോസ് ബാങ്ക്സ് വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഡാഷ് ആർ കാൾഡ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഏത് ആക്റ്റിലാണെന്നല്ലേ. അപ്പോൾ നമുക്ക് ഡൗട്ട് വരരുത്, RBI ആക്റ്റിലാണ് കേട്ടോ. RBI ആക്റ്റിൽ വന്നിട്ടുള്ളതാണ് ഉള്ള ബാങ്കുകളാണ് ഷെഡ്യൂൾഡ്
ബാങ്കുകൾ എന്ന്. അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളാണ് കേട്ടോ. RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആയിട്ട് പരിഗണിക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കണം. ഓക്കെ. പിന്നെ അടുത്തത് പറയുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ടിൻ്റെ പേര് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാക്കി മാറ്റിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാങ്കിങ് കമ്പനീസ് ആക്ടിൻ്റെ പേര് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാക്കി മാറ്റിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ വർഷം? 1966 കേട്ടോ. 66 ബാങ്കിങ് കമ്പനീസ് ആക്ടിനെ തുടക്കത്തിൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു, പിന്നെ അതിനെ ബാങ്കിങ് റെഗുലേഷൻ കമ്പനി ആക്ട് എന്നാക്കി മാറ്റി. ഓക്കെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാക്കി കേട്ടോ, BR ആക്ട്. പിന്നെ അടുത്ത ചോദ്യം വരുന്നത് റിസർവ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ്. റിസർവ് ഫണ്ട് എന്തിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റലിൽ നിന്നാണോ, നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണോ, ഡെപ്പോസിറ്റ്സിൽ നിന്നാണോ, അഡ്മിഷൻ ഫീസിൽ നിന്നാണോ? റിസർവ് ഫണ്ട് എന്തുണ്ടെങ്കിലാണ് മാറ്റി വയ്ക്കുക? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്നതാണ് അല്ലേ. ഓക്കെ, എത്ര ശതമാനം ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്നല്ലേ പറയുക റിസർവ് ഫണ്ട് മാറ്റി വയ്ക്കുമ്പോൾ. അപ്പം അത് ക്രിയേറ്റ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ഡാഷ് ഈസ് ദ എമൗണ്ട് ഗിവൺ ബൈ ഗവൺമെൻറ് വിച്ച് നീഡ് നോട്ട് ബി റീപെയ്ഡ്. ഗവൺമെൻറ്റിന് തിരിച്ചടയ്ക്കേണ്ടാത്ത ഫണ്ട് ഏതാണ്, എമൗണ്ട് ഏതാണെന്ന്. അപ്പോൾ ലോൺ എടുത്താൽ നമ്മൾ തിരിച്ചടയ്ക്കണം അല്ലേ, അഡ്വാൻസും അതുപോലെ തന്നെയാണ്. പക്ഷേ ഗ്രാൻറ്റ് അങ്ങനെയല്ല. ഗ്രാൻറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ഓരോ ഫീൽഡിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രാൻറ്റിന് തിരിച്ചടവില്ല എന്നാണ് പറയുന്നത്. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ പാലിച്ചാൽ മാത്രമേ ഏതൊരു മേഖലയിലായാലും ഗ്രാൻറ്റ് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തിരിച്ചടവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടീം ഓഡിറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷത്തിലാണെന്നാണ്. ടീം ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1988 കേട്ടോ. 1988 ടീം ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നത്. 1988 വർഷം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ഓർത്തിരിക്കണം. ടീം ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയി എന്നുള്ള ഓഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്തത് പറയണത് ആൻ എറർ ഇൻ ദ അക്കൗണ്ടിങ്ങിലെ എറർ വിച്ച് ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. ഒരു എറർ മറ്റൊരു എണ്ണത്തിന് കൗണ്ടർ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ അതിന് എന്ത് പേര് പറയും എന്നാണ് പറഞ്ഞത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലേ. എറർ ഓഫ് ഒമിഷൻ ആണോ, എറർ ഓഫ് കമ്മീഷൻ ആണോ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണോ? കോമ്പൻസേറ്റിംഗ് എന്നുള്ള പദത്തിൽ തന്നെയുണ്ട്. അത് കൗണ്ടർ ബാലൻസ് ചെയ്യുന്നത് ഒരു അതർ എററിനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരിക ഏതാണ്? കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സർപ്ലസ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി. സർപ്ലസ് ഫണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സർപ്ലസ് ഫണ്ടുകൾ എന്താണ് കാണിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സർപ്ലസ് ഫണ്ട് എന്താ കാണിക്കുക? യൂട്ടിലൈസ്ഡ് ഫോർ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കുമോ, അതോ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു എംപ്ലോയീസിന് കൊടുക്കാൻ ഉപയോഗിക്കുമോ, ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻസിങ് ബാങ്ക് ആണോ, നൺ ഓഫ് ദിസ് ആണോ? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻസിങ് ബാങ്ക് ആണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇൻവെസ്റ്റഡ് ഇൻ ഫിനാൻസിങ് ബാങ്ക് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ ചെയ്യുക എന്താണ്? അതിൻ്റെ ഫിനാൻസിങ്, അത് ഏതിലാണോ അഫിലിയേറ്റ് ചെയ്ത് ഫിനാൻസിങ് ബാങ്കിലാണോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ചില ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇത്രയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.